ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റ് കാറ്റഗറി ഫോർ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം 110ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈയിടെ കഴിഞ്ഞ എക്സാമിൻ്റേതാണ്. സോ 111ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വ്യാകരണിക് ദൃഷ്ടി സെ സഹി പ്രയോഗ കോൺസാ ഹെ. വ്യാകരണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രാമർ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്? ലട്കേനെ പുസ്തക് ലായ, ലട്ക പുസ്തക് ലായ, ലട്ക പുസ്തക് ലായി, ഇൻമേ സെ कोई नहीं. सो ഇതിൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി, ലട്ക പുസ്തക് ലായ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 112 മീന കുएं से पानी लाई है. यहाँ कुएं से में प्रयुक्त कारक कौन सा है? അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള കാരക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അധികരൺ കാരക്, അപാദാൻ കാരക്, കരൺ കാരക്, സമ്പ്രദാൻ കാരക്. സോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, കരൺ കാരകാണ്. नेक्स्ट क्वेश्चन लेके होगा 113 महादेव वर्मा की कविताओं की प्रमुख विशेषता क्या है? ऑप्शन ए आध्यात्मिक वियोग की अभिव्यक्ति, प्रगतिवादी चेतना की अभिव्यक्ति, सामाजिक विचारधारा की अभिव्यक्ति, वीर भावनाओं की अभिव्यक्ति. सो ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, ആധ്യാത്മിക് വിयोग की अभिव्यक्ति. ओके, सो നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. अगर्म क्रिया का प्रयोग किस वाक्य में है? शिक्षक पढ़ाता है, उसने कहानी लिखी, किसान खेती करता है, लड़कियां नाचती है. ഇതിനകത്ത് അകർമ്മ ക്രിയ എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലഡ്കിയ നാച്തി ഹെ. 115 പിംഗൾ സാഹിത്യ का संबंध मुख्यतः किस भाषा से है? അവധി, മൈഥിലി, ബിഹാരി, ബ്രജ്. ഇതിൽ ഏതുമായിട്ടാണ് പിംഗൾ സാഹിത്യത്തെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്രജ് ഭാഷയായിട്ടാണ്. ഓക്കെ, नेक्स्ट क्वेश्चन लेके वहाँ 116 किसान अपना काम आप करता है. इस वाक्य में प्रयुक्त आप कौन सा सर्वनाम है? काम आप निजवाचक सर्वनाम, उत्तम पुरुषवाचक सर्वनाम, निश्चयवाचक सर्वनाम, संबंधवाचक सर्वनाम. सो ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നിജവാചക സർവനാം. 117 इनमें संज्ञा शब्द कौन सा है എന്നതാണ് ക്വസ്റ്റ്യൻ. മീഠി, സ്വാദിഷ്ട, മസേദാർ, മിഠാസ്. ഇതിൽ സംജ്ഞ ആയിട്ട് വരുന്നത് 117 സി ആണ്, മസേദാർ. നെക്സ്റ്റ് 118ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആപ്കാ ബണ്ടി ഉപന്യാസ് में चित्रित प्रमुख समस्या क्या है? ആപ്കാ ബണ്ടി എന്ന് പറയുന്ന ഉപന്യാസത്തിലുള്ള മെയിൻ പ്രോബ്ലം എന്താണ്? സാമ്പ്രദായികത, ബേക്കാരി, പാരിവാരിക് വിഘടൻ, ഗരീബി. സോ ഇതിന് 118 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പാരിവാരിക് विघटन ആണ്. 119 भारत की संविधान सभा ने किस तारीख को भारत संघ की राजभाषा के रूप में हिंदी को मान्यता दी? അപ്പോൾ ഡേറ്റ് ആണ് 14 सितंबर 1950, 14 सितंबर 1949, 26 जनवരി 1950, 15 August 1947. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 14 സിതംബർ 1949. ഇതിനെ ബേസ് ചെയ്തിട്ട് പല പ്രാവശ്യം നമ്മുടെ എക്സാംസിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കാറ്ററ്റിനൊക്കെ. 120 जयशंकर प्रसाद का नाटक इनमें कौन सा है? राजमुकुट, രാജശ്രീ, രാജയോഗ, ശശി ഗുപ്ത്. സോ ഇതിൻ്റെ 120ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ജയശങ്കർ പ്രസാദിൻ്റെ നാടകം ഇതിൽ ഏതാണെന്നാണ്. സോ 120 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജശ്രീ. അപ്പോൾ എന്താണ് 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു 30 എണ്ണം കൂടിയുണ്ട്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.